ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ അംശബന്ധം എന്ന് പറഞ്ഞ 6ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 89 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ചുവടെ കൊടുത്തിരിക്കുന്ന കണക്കുകളിലെല്ലാം കഴിയുന്നത്ര ചെറിയ എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് അംശബന്ധങ്ങൾ കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആമിനയുടെ കയ്യിൽ 105 രൂപയും മേഴ്സിയുടെ കയ്യിൽ 175 രൂപയും ഉണ്ട്. ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള അംശബന്ധം കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കൂ, നമുക്കിത് എങ്ങനെ എഴുതാം. ആമിനയുടെ കയ്യിലുള്ള തുക 105 രൂപയാണ്. അതുപോലെ മേഴ്സിയുടെ കയ്യിലുള്ള തുക 175 രൂപയാണ്. എന്താ കാണേണ്ടത്? ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ ചെറിയ തുക എത്രയാണ്? 105 അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു വലിയ രൂപത്തിൽ തന്നെ, അതായത് 105:175 എന്ന് എഴുതാം. ഇനി നമുക്കതിനെ ചെറുതാക്കണം. അപ്പോൾ എങ്ങനെയാണ് ചെറുതാക്കുക? നോക്കൂ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു സംഖ്യ നോക്കി നോക്കുക. അപ്പോൾ നോക്കൂ, രണ്ടിലും 5 ഉണ്ട് അല്ലേ. അപ്പോൾ 5 വെച്ച് നമുക്ക് ചെറുതാക്കാം. 105 എത്ര 5 ഉണ്ട്? 10×5 50 അല്ലേ. 25 100 ആണ് അല്ലേ. അപ്പോൾ 21 5 105 എന്ന് പറയുന്നത്. അപ്പോൾ 105 എന്നുള്ള സ്ഥാനത്ത് നമുക്ക് 21 എന്ന് എഴുതാം. അതുപോലെ 175 175 എത്ര 5 ഉണ്ട്? 100ൽ 25 പറഞ്ഞു. 75 15 50 പിന്നെ 5×5 25, അങ്ങനെ പിന്നെ 35 അല്ലേ. അപ്പോൾ 175 എന്നുള്ള സ്ഥാനത്ത് നമുക്ക് 35 എന്നും എഴുതാം. ഇനി നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഏതെങ്കിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഉണ്ടോ നോക്കൂ. 7 കോമൺ ആയിട്ട് വരുന്നില്ലേ. 3 7 21 അതുപോലെ 5 7 35 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 21:35 എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം? 3:5 എന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇനി അതിനെ ചെറുതാക്കാൻ പറ്റുമോ? 3ലും 5ലും കോമൺ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 3:5 എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമ്മേളനത്തിൽ 96 സ്ത്രീകളും 144 പുരുഷന്മാരും പങ്കെടുത്തു. സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യുക? സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 96, പുരുഷന്മാരുടെ എണ്ണം 144 അല്ലേ. എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തമ്മിലുള്ള അംശബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഏതാണോ പറഞ്ഞിട്ടുള്ളത്, അംശബന്ധം ഏതിൻ്റെയാണോ ആദ്യം എഴുതുക, ആദ്യം ഏതാണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചാണല്ലേ. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ എണ്ണവും എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സ്ത്രീകളുടെ എണ്ണമാണ് എഴുതേണ്ടത്. അപ്പോൾ അതായത് 96:144 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ അതിനെ ചെറുതാക്കണം. അത് അതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിലാണ് നമ്മളിത് എഴുതേണ്ടത്. അംശബന്ധം എഴുതുമ്പോൾ ഏറ്റവും ചെറിയ ഫോമിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ നമുക്കിത് ചെറുതാക്കാനായിട്ട് ഏതാണ് കോമൺ ആയിട്ടുള്ളത് നോക്കുക. 2 ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അല്ലേ. അതുപോലെ 4 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ നമുക്ക് 8 കൊണ്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കത് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യം 2 കൊണ്ട് ചെയ്യുക, പിന്നെ 2, പിന്നെ 2, അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. ഞാൻ ആദ്യം തന്നെ 8 കൊണ്ട് ചെയ്ത് നോക്കുകയാണ്. അതായത് ചെറുതാക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്നത് 8 2ലുള്ളത് കൊണ്ട് തന്നെ 8 കൊണ്ട് ചെറുതാക്കുകയാണ്. അപ്പോൾ 96 എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. 96 എത്ര 8 ഉണ്ട് നോക്കാൻ 9 എത്ര 8 ഉണ്ട് നോക്കുക. 1 അല്ലേ. അപ്പോൾ ആദ്യം 1 എന്ന് എഴുതുക. പിന്നെ ആ 9 ഒരു 8 എടുത്ത് കഴിഞ്ഞാൽ അവിടെ ശിഷ്ടം 1 ഉണ്ടാവും. ആ 1നെ മറ്റേൻ്റെ അടുത്ത് എഴുതി വായിക്കുമ്പോൾ 16 16 എത്ര 8 ഉണ്ട്? 2 അല്ലേ. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും അല്ലേ. 96 12 8 അതായത് 12 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 96. ഇനി 144 എത്ര 8 ഉണ്ട് നോക്കുക. 14 എത്ര 8 ഉള്ളത്? ഒരു 8 അല്ലേ. ശിഷ്ടം എത്രയാണ്? 6 അല്ലേ. 14ന്ന് 8 ഒഴിവാക്കിയാൽ ബാക്കി 6 ഇല്ലേ. അപ്പോൾ അത് 4ൻ്റെ അടുത്ത് എഴുതി വായിച്ചാൽ 64 എന്നുണ്ടാവും. 64 എത്ര 8 ഉണ്ടാവും? 8 8 64 എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കിട്ടി? 18 എന്നും കിട്ടി. അപ്പോൾ 12:18 എന്ന് കിട്ടി. ഇനിയും ചെറുതാക്കിക്കൂടെ? ഇനിയും 2ലും എന്തുണ്ട്? കോമൺ ആയിട്ട് 2 വരുന്നുണ്ട്, അതല്ലെങ്കിൽ 6 വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് 6 കൊണ്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? 12ൽ എത്ര 6 ഉള്ളത്? 2 6 12 എന്ന് പറയുന്നത്. 18ൽ എത്ര 6 ഉണ്ട്? 3 6 അല്ലേ. അപ്പോൾ 2:3 എന്ന് കിട്ടും. ഇനി ആ 2ലും 3ലും കോമൺ ആയിട്ട് ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു അംശബന്ധം എന്ന് പറയുന്നത്? 2:3 നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 2 പെൻസിലുകളിൽ ചെറുതിൻ്റെ നീളം 4.5 സെൻറ്റിമീറ്ററും വലുതിൻ്റെ നീളം 7.5 സെൻറ്റിമീറ്ററുമാണ്. വലുതിൻ്റെയും ചെറുതിൻ്റെയും നീളങ്ങൾ ഏത് അംശബന്ധത്തിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ.
ചെറിയ പെൻസിലിൻ്റെ നീളം എന്ന് പറഞ്ഞത് 4.5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ വലിയ പെൻസിലിൻ്റെ നീളം എന്ന് പറഞ്ഞത് 7.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? വലുതിൻ്റെയും ചെറുതിൻ്റെയും നീളങ്ങൾ ഏത് അംശബന്ധത്തിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ വലിയ പെൻസിലിൻ്റെയും ചെറിയ പെൻസിലിൻ്റെയും നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം സമം. എന്നിട്ട് എങ്ങനെയാണ് എഴുതുക? ആദ്യം വലിയ പെൻസിലിൻ്റെ എഴുതണം, എന്നിട്ട് ചെറിയ പെൻസിലിൻ്റെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോഴാണ് എന്താവുള്ളൂ? ആ ഒരു അംശബന്ധം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 7.5:4.5 എന്ന് എഴുതാം. പക്ഷേ ഇത് കറക്റ്റ് ആണോ? നമുക്കറിയാം, ഒരു അംശബന്ധത്തിൽ നമ്മൾ എണ്ണൽ സംഖ്യയാണ്, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയുടെ രൂപത്തിലാണ് എഴുതേണ്ടത്. ഇതിൽ നമുക്ക് ദശാംശ സംഖ്യയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് അതിനത് മാറ്റണം. അതായത് 7.5ൻ്റെ ആ ഒരു ദശാംശം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ പിന്നെ രണ്ടിനെയും, അതായത് 7.5നെയും 4.5നെയും ഏറ്റവും ചെറിയ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചു നോക്കുക. എന്നിട്ട് ആ ഒരു ദശാംശ സ്ഥാനം മാറുന്നുണ്ടോ നോക്കുക. അതായത് 7.5നെ 2 കൊണ്ട് ഗുണിച്ചു നോക്കൂ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 15 എന്ന് കിട്ടും അല്ലേ? 7.5ൻ്റെ ഇരട്ടി, അതായത് 7.5 7.5 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 15 ആണ്. അതുപോലെ 4.5നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴോ 4.5ൻ്റെ ഇരട്ടി അല്ലേ? 4.5ഉം 4.5 കൂടെ കൂട്ടിയത്, അതായത് 9 എന്നും കിട്ടും അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? പിന്നെ 15:9 എന്ന് എഴുതാം അല്ലേ? ഇനിയിപ്പോൾ അത് നോക്കൂ, അതിനെ ഇനി ചെറുതാക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണോ? അല്ല, അതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റും. എത്രയാക്കി മാറ്റി എഴുതാം? രണ്ടിലും കോമൺ ആയിട്ട് 3 വരുന്നുണ്ട്. 15ൽ എത്ര 3 ഉണ്ട്? 5 3ആണുള്ളത്. 9ൽ എത്ര 3ആണുള്ളത്? 3 3 ആണുള്ളത് അല്ലേ? അപ്പോൾ 5:3 എന്ന് എഴുതാം. 15ൽ 5 3 ആയതുകൊണ്ട് 5 എന്ന് എഴുതി. 9ൽ എത്ര 3ആണ്? 3 3 ആയതുകൊണ്ട് 3 എന്ന് എഴുതി. അപ്പോൾ 5:3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു പെൻസിലിൻ്റെ, വലിയ പെൻസിലിൻ്റെയും ചെറിയ പെൻസിലിൻ്റെയും നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 5:3 ആണ്. നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചരട് കൊണ്ട് ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ അളന്നപ്പോൾ വീതി ചരടിൻ്റെ 1/4 ഭാഗവും നീളം ചരടിൻ്റെ 1/3 ഭാഗവും എന്ന് കണ്ടു. വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ഇതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യമൊക്കെ ഒന്ന് എഴുതാമല്ലേ? ചതുരത്തിൻ്റെ വീതി എത്രയാണ്? ചരടിൻ്റെ 1/4 ഭാഗമാണ്. അതുപോലെ ചതുരത്തിൻ്റെ നീളമോ ചരടിൻ്റെ 1/3 ഭാഗമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം കാണാൻ വേണ്ടിയിട്ട് ആ ചരടിനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് എഴുതുക? വീതി എത്രയാണ്? 1/4, നീളം 1/3. ആ ഒരു രീതിയിൽ നമുക്ക് ആദ്യം എഴുതാം. അതായത് 1/4:1/3 എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ ഒരു ഭിന്നസംഖ്യേനെ നമ്മൾ എന്ത് എഴുതണം? നമ്മൾ സാധാരണ എണ്ണൽ സംഖ്യയാക്കിയിട്ട് മാറ്റി എഴുതണം അല്ലേ? അപ്പം അങ്ങനെ എണ്ണൽ സംഖ്യയാക്കിയിട്ട് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? അപ്പോൾ ഈ 1/4നെയും 1/3നെയും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് കണ്ടത് എണ്ണൽ സംഖ്യയാക്കിയിട്ട് മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കൂ, ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക? 4ൻ്റെയും 3ൻ്റെയും LCM കാണുക. LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ ഗുണിതം അല്ലേ? 4നും 3നും കൂടിയും പൊതുവായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഗുണിതം. അതായത് 4ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 4, 8, 12 അങ്ങനെ പോകും. അതുപോലെ 3ൻ്റെ ഗുണിതങ്ങളോ 3, 6, 9, 12 അങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഇതിൽ 12 അല്ലേ പൊതുവായിട്ട് വരുന്നത്? വേറെ ഏതും പൊതുവായിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ 12ആണ് ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് LCM കാണാൻ അറിയില്ലെങ്കിൽ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി അഥവാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 4നെയും 3നെയും കൂടെ അങ്ങ് ഗുണിക്കുക. എന്നിട്ട് കിട്ടുന്ന സംഖ്യ, എല്ലായ്പ്പോഴും പിന്നെ ആ ഗുണിക്കുന്നതും LCMഉം തുല്യമായിരിക്കില്ല, എന്നാലും നമുക്ക് ആൻസർ കിട്ടും. അതായത് ഇപ്പം നമുക്ക് 4നെയും 3നെയും ഗുണിച്ചിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 4 × 3 12 ആണ് അല്ലേ? അപ്പം നമുക്ക് 1/4നെയും 12 കൊണ്ട് ഗുണിക്കുക, 1/3നെയും 12 കൊണ്ട് ഗുണിക്കുക. ഇനി നോക്കൂ, 1/4നെ 12 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 12ൽ എത്ര 4 ഉണ്ട്? 3 4 അല്ലേ? അപ്പോൾ 12നെയും 4നെയും വെട്ടിയിട്ട് 3 എന്ന് എഴുതാൻ പറ്റൂലേ? 3 × 1 3 ആണ്. അപ്പോൾ 1/4 × 12 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. അതുപോലെ 1/3നെ 12 കൊണ്ട് ഗുണിക്കുമ്പോഴോ 12ൽ എത്ര 3 ആണുള്ളത്? 4 3 അല്ലേ ഉള്ളത്? അപ്പോൾ 12/3 എന്ന് പറയുമ്പോൾ 4 എന്നും കിട്ടൂലേ? 1/3 × 12 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/4ന് പകരം 3 എന്നും 1/3ന് പകരം 4 എന്നും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4:1/3 എന്നുള്ളതിന് പകരം 3:4 എന്ന് എഴുതാൻ പറ്റൂലേ? അതായത് ഇപ്പോൾ ആ റേഷ്യോയിലുള്ള സംഖ്യകളെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക ഹരിക്കുക ചെയ്താൽ അതെന്താവില്ല? അതിൻ്റെ വാല്യൂവിന് മാറ്റം വരുന്നില്ല. അപ്പോൾ 3:4 എന്ന് പറഞ്ഞത് എണ്ണൽ സംഖ്യയിൽ ഒരു ചെറിയ ഫോമാണ്. ഇനി ചെറുതാക്കാൻ പറ്റുമോ? 3ലും 4ലും പൊതുവായിട്ട് വരുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 3:4 എന്ന് പറഞ്ഞതിൻ്റെ ചെറിയ രൂപമാണ്. അതായത് ആ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3:4 ആണ് അല്ലേ? ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
ഒരു വലിയ കുപ്പി നിറയ്ക്കാൻ 3/1/2 ഗ്ലാസ് വെള്ളവും ചെറിയ കുപ്പി നിറയ്ക്കാൻ 2/1/2 ഗ്ലാസ് വെള്ളവും വേണം. വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കൂ, വലിയ കുപ്പി നിറക്കാൻ 3.5 ഗ്ലാസ് വെള്ളം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ഗ്ലാസ് ആണോ ലിറ്റർ ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വലിയ കുപ്പിയുടെ ഉള്ളളവ് എന്ന് പറഞ്ഞത് 3.5 എന്ന് എഴുതാം, ചെറിയ കുപ്പിയുടെ ഉള്ളളവ് എന്ന് പറഞ്ഞത് 2.5 എന്നും എഴുതാം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ കുപ്പിയുടേത് 3.5യും ചെറിയ കുപ്പിയുടേത് 2.5. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആദ്യം എഴുതാം. അതായത് 3.5:2.5 അല്ലേ, 3/1/2:2 എന്ന് ആദ്യം എഴുതാം. ഇനി നോക്കൂ, നമുക്കത് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയുടെ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതണം അല്ലേ. അപ്പോൾ നോക്കൂ, അതൊരു മിശ്ര ഭിന്നാണ്. അപ്പോൾ അതിനെ മാറ്റി എഴുതണമെങ്കിൽ നോക്കൂ, 3.5നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്, 7 കിട്ടും. അതുപോലെ 2.5നെ 2 കൊണ്ട് ഗുണിച്ചാലോ 5 കിട്ടും അല്ലേ. 3.5 7 അതുപോലെ 2.5 എത്രയാണ്, 5 ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, മിശ്രഭിന്നത്തിനെ നമുക്ക് ആദ്യം വിഷമഭിന്നാക്കിയിട്ട് മാറ്റിയിട്ട് നേരത്തെ ചെയ്ത പോലെ ആ ഒരു രൂപത്തിലും ചെയ്യാം. അപ്പം നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് ജസ്റ്റ് 3.5നെ 2 കൊണ്ട് ഗുണിച്ചു, 2.5നെ 2 കൊണ്ട് ഗുണിച്ചു. 3.5നെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 3.5 കൂടിയും കൂട്ടുക അല്ലേ. 3 3 6 അരിയും കൂടി 1 ആണ്. 6 1 7 അല്ലേ. അപ്പോൾ 3.5നെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 7 നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ 2.5നെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാലോ 2.5 എന്നുള്ളതിന് 2.5 കൂടിയും കൂട്ടിയതാണ് 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നത്. അതായത് 2.5 കൂടിയും കൂട്ടിയത് അല്ലേ. അപ്പോൾ 2.5 കൂടി കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 കൂടെ കൂട്ടുക, പിന്നെ അരിയും കൂടിയും കൂട്ടുക. 2 കൂടെ കൂട്ടിയാൽ 4 കിട്ടും, അരിയും കൂടിയും കൂട്ടിയാൽ 1 കിട്ടും. 4 1 5 കിട്ടിയില്ലേ. അപ്പോൾ 2.5 × 2 എന്ന് പറഞ്ഞത് 5 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3.5:2 എന്നുള്ളതിന് പകരം 7:5 എന്ന് എഴുതാലോ. ഇനി അതിനെ ചെറുതാക്കാൻ പറ്റുമോ? 7നും 5നും പൊതുവായിട്ട് വരുന്നത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ 7ഉം 5ഉം ഏറ്റവും ചെറിയ ഫോമിൽ തന്നെയാണ് അല്ലേ. 7:5 എന്ന് പറഞ്ഞത് അതിൻ്റെ ഏറ്റവും ചെറിയ ഫോമിലാണ്. അതായത് വലിയ കുപ്പിയുടെ ഉള്ളളവും ചെറിയ കുപ്പിയുടെ ഉള്ളളവും തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞത് എത്രയാണ്, 7:5 ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.